بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين اللهم صل على محمد وعلى آل محمد كما إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فإذا فرغت فانصب فإذا فرغت فانصب فإذا فرغت فانصب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെ സ്നേഹം നിറഞ്ഞ UAE ഇസ്ലാഹി സെന്റർ ഭാരവാഹികളെ, സജീവരായിട്ടുള്ള പ്രവർത്തകരെ, സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ 10:45 പക്ഷെ നിങ്ങളൊക്കെ പലപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു സമയം. സാധാരണ നമ്മൾ രാവിലെ ക്ലാസ് വെക്കും, അല്ലെങ്കിൽ മഗ്‌രിബ് സമയത്ത് ക്ലാസ് വെക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അല്പസമയം മാറ്റി വെക്കുന്നു എന്നുള്ളത് സത്യത്തിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അള്ളാഹു നമ്മൾ ചെലവഴിക്കുന്ന ഈ ഒരു സമയം, ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മാനസികമായിട്ടുള്ള ഈ തയ്യാറെടുപ്പുണ്ടല്ലോ, അതാണ് അള്ളാഹു നോക്കുന്നത്, നമ്മുടെ മനസ്സിലേക്കാണ്. ഈ ഒരു ഇരുത്തം തന്നെ, നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയം തന്നെ വലിയ കാര്യമാണ്. അത് നമ്മുടെ മനസ്സിന്റെ ഈമാനാണ്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതിനേക്കാൾ സന്തോഷത്തോടെ കുടുംബസമേതം സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള മഹത്തായ സൗഭാഗ്യം നാഥൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു വലിയ പദ്ധതി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഔപചാരികമായി ഞാൻ അതിന്റെ തുടക്കം കുറിച്ചോട്ടെ നിങ്ങളുടെ സമ്മതത്തോടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തദബ്ബുറുൽ ഖുർആൻ എന്നുള്ള ഈ അതിമഹത്തായ നിങ്ങളുടെ ഈ ഒരു ഖുർആൻ പഠന പദ്ധതി അള്ളാഹുവിന്റെ നാമത്തിൽ തുടക്കം കുറിച്ചതായി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്പം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അധികം പ്രയാസപ്പെടുത്താതെ ഞാൻ വിടവാങ്ങും ഇൻഷാ അല്ലാഹ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തദ്ബീർ എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ വായന അല്ല ഉദ്ദേശിക്കുന്നത്. ഖുർആൻ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ വായിക്കുന്നവരാണല്ലോ. ചെറുപ്പം തൊട്ടേ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ്. 1-ാം ക്ലാസ് മുതൽ ഒരു പക്ഷേ അടി കിട്ടിയും പിച്ചും നുള്ളും കിട്ടിയും അലിഫെ ബാ താ പഠിപ്പിക്കുന്നത് മുതൽ അധ്യാപകർ നമ്മുടെ കാതുകളിലേക്ക് ഓതിത്തരുന്ന ഖുർആനിന്റെ ആയത്തുകൾ അന്ന് മുതലേ ഹൃദിസ്ഥമാക്കി, അന്ന് മുതലേ പാരായണം ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തു നോക്കി. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ച് കുറെ സൂറത്തുകൾ മനഃപ്പാഠമാക്കുകയും ഖുർആൻ മുഴുവൻ ഇപ്പോൾ നോക്കി ഓതാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലാറുണ്ട്. ഇതൊന്നും നമുക്കൊരു പുതിയ സംഗതിയൊന്നുമല്ല. ഖുർആൻ നമ്മൾ വായിക്കാറുണ്ട്, അല്ലെ? ഖുർആന്റെ അർത്ഥം എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ചോദിച്ചാൽ
പറയുക അള്ളാഹു അവൻ ഏകനാകുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമുക്കത് അറിയാം. എന്താണ് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ആയത്തുൽ കുർസി അർത്ഥം അറിയാം. ആമന റസൂലു അർത്ഥം അറിയാം. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ച കുറെ സൂറത്തുകൾ, കുറെ ആയത്തുകൾ, അതിനൊക്കെ അർത്ഥം അറിയാം അല്ലെ? പക്ഷെ പലപ്പോഴും നമ്മുടെ മദ്രസ ക്ലാസ്സുകളിൽ കഴിഞ്ഞ, അല്ലെങ്കിൽ ചില QLS ക്ലാസ്സുകളിൽ പഠിച്ച, അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിൽ നിന്നും കുത്തുബകളിൽ നിന്നും കേട്ട ആയത്തുകളിൽ തറച്ചു നിന്ന് ആ ആയത്തിന്റെ അർത്ഥം പഠിച്ച് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി തദബ്ബുറുൽ ഖുർആൻ എന്ന ഈ പദ്ധതിയിലൂടെ ഇൻഷാ അല്ലാഹ് കൃത്യമായ ആഴത്തിലുള്ള ഖുർആൻ പഠനം, തഫ്സീറുകളും അതിന്റെ വിശദീകരണങ്ങളും നോക്കിയുള്ള ഒരു പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രിയമുള്ളവരെ. അതാണ് സത്യത്തിൽ തദ്ബീർ കൊണ്ട് അർത്ഥമാക്കുന്നത്. കണ്ടംപ്ലേറ്റ്, ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ ആലോചിക്കുക മാത്രമല്ല, അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുക, ഉച്ചാലോചിക്കുക അല്ലെ? ഖുർആനിൽ ഈ ഒരു പദം വന്ന ആയത്ത് നമുക്കൊക്കെ അറിയാലോ. ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, അഫലാ യതഫക്കറൂൻ, അഫലാ തതഫക്കറൂൻ, അല്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അഫലാ യഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. അഫലാ യഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. അതിലൊരു ചോദ്യം തന്നെയാണ് അഫലാ യതദബ്ബറൂൻ എന്നുള്ളത്. അതിൽ നിന്നാണ് തദബ്ബുർ, തദ്ബീർ എന്നുള്ള ഈ കലിമത്ത് വന്നിട്ടുള്ളത്. അഫലാ യതദബ്ബറൂൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗൗരവമാണ് വിഷയം. നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്നാണ്. എന്തിനെ പറ്റി? അൽ ഖുർആൻ. നമ്മൾ പലപ്പോഴും പല സംഗതിയെ പറ്റിയും ഉറ്റാലോചിക്കാറുണ്ട്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനെ പറ്റിയൊക്കെ ഉറ്റാലോചിക്കാറുള്ളത്? കേവല ആലോചനക്കപ്പുറത്ത് ഒരുപാട്. നമ്മുടെ കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നാൽ സത്യത്തിൽ അവിടെ നടക്കുന്നത് ഉറ്റാലോചനയാണ്. കാരണം അതിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കുന്നു. കേവലം കുട്ടി ചെന്ന് കയറുന്ന വീട് മാത്രല്ല, ആ വീട്, അവിടെയുള്ള വാഹനം, ചിലപ്പോ അവരുടെ സ്വത്ത്, അവരുടെ വരുമാനം, മരുമകന്റെ, അതായത് നിങ്ങളുടെ മരുമകൻ, ഭർത്താവിന്റെ ജോലി, അവന്റെ കൂലി, അവന്റെ പഠനം, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ വീട്, അവന്റെ അയൽപക്കം, അവിടേക്കുള്ള റോഡ്, ആ റോഡ് ടാറിട്ടതാണോ അതല്ല കട്ട റോഡാണോ, ഇങ്ങനെ തുടങ്ങി ഒരു കല്യാണാലോചന വരുമ്പോൾ അതിന്റെ വ്യത്യസ്ത വശങ്ങളെ പറ്റിയുള്ള പഠനം ഉണ്ടല്ലോ. ഇതാണ് സത്യത്തിൽ തദബ്ബുർ. അത് കേവല പഠനമല്ല, അത് സത്യത്തിൽ ആഴമേറിയ പഠനമാണ്. ഒരു തീസിസ് ഒക്കെ സമർപ്പിക്കാൻ പറ്റിയ പഠനം. ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എല്ലാരും പറ്റിയല്ലോ കേട്ടോ. ചില ആളുകൾ ഷോപ്പിൽ ചെന്നുകൊണ്ട് ഇഷ്ടമുള്ളത്, കണ്ണിൽ കണ്ടത്, ആദ്യം കണ്ടതൊക്കെ വാങ്ങിപ്പോരുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ മൊബൈൽ ഫോൺ വാങ്ങുന്നത് വളരെ വിദഗ്ധമായിട്ടാണ്. അവർ ആവശ്യമുള്ള ഫോൺ അതിനായിട്ട് കമ്പയർ ചെയ്ത്, നെറ്റിൽ സെർച്ച് ചെയ്ത്, കൂട്ടുകാരോട് ചോദിച്ച്, ആ ബഡ്ജറ്റിൽ, ആ ഒരു വിലയിൽ ഒതുങ്ങുന്ന മറ്റു ഫോണുകളായിട്ട് കമ്പയർ ചെയ്ത്, അതിന്റെ മെമ്മറി നോക്കി, അതിന്റെ ക്യാമറ ചെക്ക് ചെയ്ത്, ബാറ്ററി പവർ നോക്കി, ബാക്കപ്പ് നോക്കി, ഇങ്ങനെ പല സംഗതിയും നോക്കിയിട്ട് വാങ്ങുന്ന മൊബൈൽ, അത് മൊബൈലിനെ പറ്റിയിട്ടുള്ള ഉറ്റാലോചനയാണ്. തദബ്ബുർ നടന്നിട്ടുണ്ട്. വാഹനം വാങ്ങുമ്പോൾ ചില ആളുകൾ ഇതേ പഠനം നടത്തുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ട് ഖുർആനിന്റെ വിഷയത്തിൽ നമുക്ക് തദബ്ബുർ ആയിക്കൂടാ? അതാണ് അള്ളാഹ് ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. വളരെ ഗൗരവത്തിലാണ് കേട്ടോ ആ ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനിനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ അതിന്റെ ആശയതലത്തിലേക്ക് പോയാൽ അള്ളാഹു ചോദിച്ച ചോദ്യത്തിന്റെ ധ്വനി എന്താണെന്നറിയോ? നിങ്ങൾക്ക് ബാക്കിയുള്ളതിനൊക്കെ പറ്റി ആലോചിക്കാൻ സമയം കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ രൂപത്തിൽ ഞാൻ 1-2 എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു വീട് വെക്കുകയാണെങ്കിൽ അല്ലെ, നമുക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഓരോ മേഖലകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആലോചിക്കുന്ന കുറെ തലങ്ങൾ ഉണ്ടാവും. അതിനെപ്പറ്റി ഓരോരുത്തരും ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും നമ്മൾ എന്തിനൊക്കെ പറ്റി ഉറ്റാലോചിക്കാറുള്ളത്. എന്തുകൊണ്ട് ആ ആലോചനയും ആ പഠനവും ആ താല്പര്യവും ആ സമയം ചെലവഴിക്കലും ഖുർആനിന്റെ വിഷയത്തിൽ ആയിക്കൂടാ? ഇതാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ആ പദമാണ് നിങ്ങളുടെ പ്രോഗ്രാമിന് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് വലിയ കാര്യമാണ്.
അത്രത്തോളം ഡീപ്പായി നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ആയത്തും അതിന്റെ അർത്ഥവും, ആ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും, ആ ആയത്ത് ഉദ്ദേശിക്കുന്ന അതിന്റെ മാനവും അതിന്റെ അർത്ഥതലവും ആശയത്തിലേക്ക് ഇറങ്ങി കുറച്ചെങ്കിലും ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കാൻ കഴിഞ്ഞാൽ ഈ പരിപാടി, ഈ തദബ്ബുറുൽ ഖുർആൻ ധന്യമായി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ വലിയ അവസരമായി, സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു ചാൻസ് ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സൂമിന്റെ ലിങ്ക് കാണുമ്പോൾ അതിൽ പ്രവേശിക്കുകയും ബാക്കി അതവിടെ തുറന്നിട്ടിട്ട് എന്റെ മറ്റു ഏർപ്പാടുകൾ നടത്തേണ്ടത് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളിൽ 100-ൽ ഒരാള് ഞാനും എന്നുള്ള രൂപത്തിൽ ഒരു കണക്കിന് വേണ്ടി ഒരാളായി ഇതിൽ ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ചിലപ്പോ ഇതില് പാർട്ടിസിപ്പൻസിൽ ഒരു എണ്ണം കൂടും, സംഘാടകർക്ക് സന്തോഷം ഉണ്ടാവും എന്നതിലുപരിയായിട്ട് സ്വന്തത്തിന് സന്തോഷം ലഭിക്കുന്ന, നാളെ പരലോകത്ത് സ്വന്തത്തിന് കൺകുളിർമയും ആനന്ദവും സുഖവും ലഭിക്കുന്ന രൂപത്തിലേക്ക് ഈ പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം, നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേ ഈ പണ്ഡിതന്മാർ എങ്ങനെയാണ് തദബ്ബുർ നടക്കുക എന്നുള്ളതിനെ വിശദീകരിക്കുന്ന ഓരോ തലങ്ങൾ കാണാൻ കഴിയും. 4 രൂപത്തിൽ 4 സ്റ്റെപ്പുകളിലൂടെയാണ് തദബ്ബുർ നടക്കേണ്ടത്. ഖുർആന്റെ തദബ്ബുർ ഉറ്റാലോചിക്കുമ്പോൾ, തദബ്ബുറുൽ ഖുർആൻ നടക്കുമ്പോൾ ഈ 4 രൂപത്തിൽ നിങ്ങൾ അതിനെ സമീപിക്കണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം അൽ ഇസ്തിഅദാദു നഫ്സി ലിത്തദബ്ബുർ എന്നാണ്. അൽ ഇസ്തിഅദാദു നഫ്സി ലിത്തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി മാനസികമായിട്ടുള്ള മുന്നൊരുക്കം. ഇപ്പൊ സത്യത്തിൽ അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ മുന്നൊരുക്കം നേടിയവരാണ്, ആ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് ഇവിടെ ഈ സമയത്ത് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത്. എനിക്ക് സങ്കടവും സന്തോഷവും തോന്നി ചില ആളുകൾ വീഡിയോ ഓൺ ചെയ്തപ്പോൾ. പലപ്പോഴും പല ആളുകളും ഷോപ്പിലാണ്, അവര് ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലത്താണ്. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിലും ഖുർആൻ പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം എനിക്ക് വലിയ സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, അള്ളാഹു അത് അത്രയും നമ്മുടെ നിയ്യത്തിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീണ്ടും പ്രാർത്ഥിക്കാൻ. അപ്പോ ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കയറിക്കഴിഞ്ഞു എന്നർത്ഥം, നമ്മൾ അത് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അൽ ഇസ്തിഅദാദ് മുന്നൊരുക്കം, അന്നഫ്സി സ്വന്തത്തിന്റെ ഒരു മുന്നൊരുക്കാണ്, ഒരുക്കം, ലിത്തദബ്ബർ ഉറ്റാലോചിക്കാൻ. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അത്തവജ്ജുഹ് ഇലല്ലാഹി ബിദ്ദുആ. അത്തവജ്ജുഹ് ഇലല്ലാഹി ബിദ്ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ, പടച്ചോനെ ഞാൻ ഈ പഠിക്കുന്ന കാര്യം അത് കൃത്യമായി പഠിക്കാൻ, അല്ലെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, അള്ളാഹുവെ ഉപകാരപ്രദമായിട്ടുള്ള അറിവ് ഞങ്ങൾക്ക് നീ നൽകണേ. അറിവുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ, പക്ഷെ ആ ദിവസവും വായിക്കുന്ന, ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഒക്കെ വായിക്കുന്ന അറിയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കി നേടി? ഇന്ന് വായിച്ച കാര്യങ്ങളിൽ ഉപകാരപ്രദമായ അറിവ് എത്ര? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എന്തെല്ലാം ഇന്ന് വായിച്ചു, ഉപകാരപ്രദമായ അറിവ് എത്ര ഉണ്ടാവും? കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോ അറിവിനെ ഉപകാരമുള്ളതാക്കി മാറ്റാൻ നാഥനോട് പ്രാർത്ഥിക്കണം എന്നർത്ഥം. അതാണ് അത്തവജ്ജുഹ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തിരിയുക. അള്ളാഹുവിലേക്ക് തിരിയുക. തിരിഞ്ഞിട്ട് എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചോനെ ഈ പഠനം എന്റെ ജീവിതത്തിൽ ഉപകാരമുള്ളതാക്കി മാറ്റണേ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു നന്മയെ സമീപിക്കുമ്പോൾ നമ്മുടെ നെയ്യത്തിനെ നന്നാക്കണം എന്ന് പറഞ്ഞത്. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയട്ടെ. 3 ആളുകൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോഴേ, 3 ആളുകൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ മഗ്രിബ് ബാങ്ക് കൊടുത്തു. ഒന്നാമത്തെ ആള് പെട്ടെന്ന്, പടച്ചോനെ മഗ്രിബ് ബാങ്ക് കൊടുത്തല്ലോ, വേഗം നിസ്കരിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളാവാം. അദ്ദേഹം വേഗം പള്ളിയിൽ കയറാണ്. അപ്പൊ രണ്ടാമത്തെ സുഹൃത്ത്, ഇനിയിപ്പോ ഏതായാലും ഒന്നാമത്തും കയറി, ഇനിയിപ്പോ വെള്ളം കുടിക്കണമെങ്കിൽ, ചായ കുടിക്കണമെങ്കിൽ 3 ആൾ ഒരുമിച്ച് കിട്ടണമെങ്കിൽ അവന്റെ നിസ്കാരം കഴിയണം. എന്നാൽ നിസ്കരിച്ചിട്ടാവാം അടുത്തത്. അവന് നിസ്കരിക്കാത്തവനൊന്നും അല്ല, പക്ഷെ ആദ്യത്തെ ആള് ചിന്തിച്ച ആ ഒരു സ്പീഡിൽ നമസ്കാരത്തെ, അതിന്റെ കൃത്യതയെ രണ്ടാമത്തെ ആൾ സമീപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇനി വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്നതിന്റെ മുന്നേ നിസ്കരിക്കാം,
ഓക്കെ, എന്നാൽ ആദ്യം നിസ്കാരമെങ്കിൽ നിസ്കാരം. രണ്ടാമത്തെ ആള് കയറുന്നു പള്ളിയിലേക്ക്. മൂന്നാമത്തെ ആള് ചെയ്യുന്നത് രണ്ടാളും കയറി. ഇനിയിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ കൂടെ നിസ്കരിച്ചിട്ട് ഇറങ്ങുകയാണ്. വീട്ടിലേക്ക് മാറ്റി വെക്കണ്ട, എന്നാ പോയി നിസ്കരിച്ചേക്കാം. മൂന്നാള് നിസ്കരിക്കുന്നവരനെ കേട്ടോ. ഈ മൂന്നാളുകളും പള്ളിയിൽ കയറി. ഒരേ ഇമാമിന് പുറകിൽ ഒരേ സൊഫിൽ ഒരേ മഗ്‌രിബ് നമസ്കാരം നിർവഹിച്ചാലും നമുക്കറിയാം ഈ മൂന്നാൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയല്ല. സഹോദരന്മാരെ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്റെ സംസാരം നിങ്ങൾ എല്ലാവരും ഒരുപോലെ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെ അല്ല. അതിനാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഴുവൻ ആദ്യത്തെ ഹദീസായി രേഖപ്പെട്ട് കിടക്കുന്നത് ഇതാണ്. അതായത് പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് മനസ്സിന്റെ ഉദ്ദേശമനുസരിച്ചാണ്. മനസ്സിന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. ചിലപ്പോ ഇവിടെ നേരത്തെ വന്ന എന്നെക്കാൾ പ്രതിഫലം ഇവിടെ അവസാനം കയറിയ ഒരാൾക്കായിരിക്കും. അതിന്റെ കാരണം എന്താ അറിയോ? അത്രയും ആഗ്രഹത്തോടെ നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നീങ്ങി പോയി യാത്ര നിർത്തി, ചിലപ്പോൾ യാത്രക്കിടയിലായിരിക്കും ക്ലാസിന്റെ ഇത് കേൾക്കണം എന്നുള്ള താല്പര്യത്തിൽ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് ചിലപ്പോൾ അത്ര താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ പറയുന്ന എന്നേക്കാൾ പ്രതിഫലം അവസാനത്തെ 5 മിനിറ്റ് വന്ന് കേട്ടു പോയ ചിലപ്പോ ആ സഹോദരന് കിട്ടിയേക്കാം. അല്ലാഹു അഅലം. പ്രിയമുള്ളവരെ, മനസ്സിന്റെ ഉദ്ദേശമാണ് പ്രധാനം. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന ഈ കാര്യം, ചെലവഴിക്കുന്ന ഈ സമയം സ്വീകരിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം എന്നർത്ഥം. അതിന് ഉദാഹരണം ചരിത്രത്തിൽ കാണാം, ഒരുപാടുണ്ട്. ഒന്ന് പറയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞുമകൻ, പിൽക്കാലത്തെ പ്രവാചകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിയുടെ കൂടെ കഅബാലയം പടുത്തുയർത്തിയിട്ട് കയ്യും കൊട്ടിയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വന്നില്ല, പോയില്ല, വീട്ടിൽ പോയി സ്വസ്ഥായി ഉറങ്ങിയില്ല. ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? റബ്ബന തഖബ്ബൽ മിന്ന എന്നാണ്. നമുക്ക് അറിയൂലേ റബ്ബന തഖബ്ബൽ മിൻ, അല്ലാഹുവേ നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. എന്റെ ഇബ്രാഹിം നബി ചിന്തിച്ചില്ല, പടച്ചോൻ പറഞ്ഞിട്ടല്ലേ ഞാനിത് ഉണ്ടാക്കുന്നത്, ലോകത്താദ്യത്തെ ആരാധനാലയം അല്ലേ, ഇതിനേക്കാൾ വലിയൊരു സൽപ്രവർത്തനം ഉണ്ടോ, ഞാൻ ഖലീലുള്ളയല്ലേ, ഇബ്രാഹിം അല്ലേ, ഈ എടുത്ത പണി എന്തായാലും അള്ളാഹ് സ്വീകരിക്കൂലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇബ്രാഹിം നബി എന്താ അറിയും? അത് വിനയത്തിൽ നിന്നുള്ള ദുആ ആണ്. അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, 10 മിനിറ്റ് ആണെങ്കിലും 20 മിനിറ്റ് ആണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും, കൊടുക്കുന്ന പൈസ 100 ആണെങ്കിലും 500 ആണെങ്കിലും 1000 ദിർഹമാണെങ്കിലും 1 രൂപയാണെങ്കിലും ശരി, അത് കൊടുത്തു കഴിഞ്ഞാൽ, സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യം ചെലവഴിച്ചു കഴിഞ്ഞാൽ, സമ്പത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ, ഈ മനസ്സിൽ നിന്നുള്ള വിനയത്തിന്റെ ദുആ നമുക്കും അനിവാര്യമാണ്. എങ്കിലേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ വിചാരമുണ്ട് ഞാനത് ചെയ്ത് തീർക്കാൻ കാത്തുക അള്ളാഹ് കണ്ട് എടുത്തുകൊണ്ടാവാൻ. പ്രിയപ്പെട്ടവരല്ല, ഇബ്രാഹിം നബി നമുക്ക് മുമ്പിൽ നൽകുന്ന വലിയ മാതൃകകളിൽ ഒന്ന് ഇതാണ്. ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥന. ഓരോ തദബ്ബുർ കഴിയുമ്പോഴും അത് സ്വീകരിക്കാൻ ആത്മാർത്ഥമായ ദുആ ഉണ്ടാകണം എന്നർത്ഥം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ അറിയോ? അൽ മുറാഖബത്തുൽ ജാതിയ അസ്നാ അൽ ഖിറാഅ. ഇത് വായിക്കുമ്പോഴൊക്കെ, ഈ ഖുർആൻ പഠിക്കുമ്പോഴൊക്കെ, ഇപ്പോ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു ദിവസം ഒരായത്ത് അല്ലെങ്കിൽ 2-3 ആയത്ത്, ഒരു 10 പേജ് അമാനി തഫ്സീർ, അതിന്റെ വിശദീകരണം അത് പഠിച്ചിട്ടുണ്ടോ എന്നൊരു സെൽഫ് മോണിറ്ററിങ്ങിന് വേണ്ടി ചിലപ്പോൾ ഒരു 10 ചോദ്യം കൂടെ നൽകും. അതെന്തിനാ? ചോദ്യമൊക്കെ ഉണ്ടോ, എന്നാ ഞാനില്ല എന്ന് പറഞ്ഞ് പിന്നോട്ടടിക്കാനല്ല, അത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. സ്വയം വിലയിരുത്താനാണ്. എന്തിനാ സ്കൂളുകളിൽ നമ്മുടെ മക്കൾ എക്സാം എഴുതുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ പലപ്പോഴും ചിലപ്പോ നോക്കിയിട്ടൊക്കെയാണ് എഴുതുക എന്നറിയാം. പക്ഷെ എങ്കിലും ആ പരീക്ഷകൾ നടക്കുന്ന എന്തിനറിയോ? പരീക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു വായന ഉണ്ട്. അത് നന്നായിട്ടൊരു വായനയാണ്. സാധാരണ വായിക്കുന്ന പോലെയല്ല. നാളെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണം എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ഒരു വായന, അത് ഉള്ളറിഞ്ഞുള്ള ഒരു വായനയാണ്. കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അത് കുറച്ചുകൂടെ സീരിയസ് അപ്രോച്ചാണ്. കുറച്ചുകൂടെ സ്വന്തത്തിന് ആവശ്യം തോന്നുമ്പോൾ ആ ആവശ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സമീപനമാണ്. ആ വായനക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അതുപോലെ ഈ 10 ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ ഒന്നുകൂടെ വീണ്ടും വായിക്കും. പ്രിയപ്പെട്ടവരെ, എന്തിനറിയോ? ഈ ഇരിക്കുന്ന ഈമാൻ ചിലപ്പോ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറയും.
റസൂൽ തന്നെ പറഞ്ഞ അൽ ഈമാൻ യസീദു വ യൻഖുസു, ഒരേ അളവിൽ അതിങ്ങനെ പോകണമെന്നില്ല. നമ്മൾ മലക്കുകളല്ല, നമ്മൾ മനുഷ്യരാണ്. ജീവിതത്തിന്റെ പല ഇടർച്ചകൾ അല്ലെങ്കിൽ ഉയർച്ചകൾ ഈമാനിനെ വർദ്ധിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ താഴ്ത്തിയേക്കാം. ആ താഴ്ന്ന സമയത്ത് മാറിപ്പോകാതിരിക്കാൻ, വായന നിശ്ചലമാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോ ചില ചോദ്യങ്ങൾ കൂടെ എന്തിനാ അത് നോക്കുമ്പോൾ വീണ്ടും ഒന്ന് വായിക്കും, വീണ്ടും വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആലോചിക്കാൻ, ആദ്യത്തെ വായനയിൽ ആലോചിക്കാത്ത ഭാഗം രണ്ടാമത്തെ വായനയിൽ ചിലപ്പോൾ ഒരു വാക്ക് നമ്മുടെ മനസ്സിനെ തട്ടിയേക്കാം, ഒരായത്ത് സ്വാധീനിച്ചേക്കാം. അതിന് പ്രിയപ്പെട്ടവരെ, ആ ചോദ്യങ്ങൾ ഉപകരിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നമുക്ക് ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സെഷൻ ആക്കിക്കൂടെ ഇതിനെ? അങ്ങനെ പഠിച്ചൂടെ? അതൊക്കെയാണ് തദബ്ബുറിലൂടെ നമ്മൾ നേടേണ്ടത്. അപ്പോ സെൽഫ് മോണിറ്ററിങ് നടക്കണം എന്നർത്ഥം. അതിന്റെ നാലാമത്തെ ഭാഗം അദ്മു തഅജ്ജുൽ ഫിൽ ഖിറാഅ. അദ്മു തഅജ്ജുൽ, അജ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ അൽ അജ്ലു മിനശ് ശൈത്വാൻ, ധൃതി പൈശാചികമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ധൃതി വേണ്ട. അപ്പൊ അദ്മു തഅജ്ജുൽ, ധൃതിയിൽ നിന്ന് ഒഴിവാകും എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കണ്ട. ഫിൽ ഖിറാഅ, വായനയിൽ ഒരിക്കലും നമ്മൾ ധൃതി കാണിക്കരുത്. ഖുർആൻ അടിച്ചു വിട്ട് ഓടി ഫസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തീർക്കാൻ വേണ്ടി മത്സരിക്കണ്ട. ധൃതി വേണ്ട. 10 പേജെങ്കിൽ 10 പേജ് തഫ്സീറോട് കൂടെ. ഒരു ദിവസം ഒരായത്താണെങ്കിൽ ഒരായത്ത്, 5 ആയത്താണെങ്കിൽ അങ്ങനെ. എന്തുകൊണ്ട് നമുക്കൊരു സൂറത്ത് തീർത്തൂടാ എന്നുള്ള ധൃതി വേണ്ട. മെല്ലെ 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 പഠിച്ച് ആദ്യം തന്നെ 1 മണിക്കൂർ വേണ്ട. ഇന്നായിരിക്കും ചിലപ്പോ നമ്മൾ കുറച്ച് ദീർഘിച്ചിട്ടുണ്ടാവുക. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്, പുഷ്പിപ്പിക്കുന്നില്ല. അപ്പോ ഇത്രയൊന്നും സമയം വേണ്ട. നിങ്ങൾ എത്ര സമയമാണ് തീരുമാനിച്ചിട്ടുള്ളത് എനിക്കറിയില്ല, അതിന് ഇടപെടുകയല്ല. പക്ഷെ കുറച്ച് സമയം ധൃതിയില്ലാതെ എല്ലാവർക്കും സൗകര്യപ്പെടുന്ന ഒരു സമയം, മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു സമയം നോക്കി പ്രിയമുള്ളവരെ കുറച്ച് നേരം കുറച്ച് ഭാഗങ്ങളായിട്ട് അതിനെ പഠിക്കുക, അതിനെ സമീപിക്കുക. ഇഷ്ടത്തോടുകൂടെ സമീപിക്കുക. ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടത്തോടെ സമീപിക്കുക. അങ്ങനെ സമീപിക്കേണ്ടതാണ് ഖുർആൻ. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ തദബ്ബുറുൽ ഖുർആനിന്റെ ഒരു സ്റ്റെപ്പുകളായിട്ട്, ഹദീസ് ഒന്നുമല്ലേ, സ്റ്റെപ്പുകളായിട്ട് അവർ വിശദീകരിച്ചു. നമുക്കും അതിനെ സ്വീകരിക്കാം. ആദ്യം വേണ്ടത് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ്. രണ്ടാമത്തേത് ആ കാര്യങ്ങൾ നല്ലതാക്കി തീർക്കാനും നല്ല രൂപത്തിൽ പര്യവസിക്കാനും അത് സ്വീകരിക്കപ്പെടാനുമുള്ള അള്ളാഹുവിനോടുള്ള ദുആ, മനസ്സറിഞ്ഞുള്ള തേട്ടം. മൂന്നാമത്തേത് സെൽഫ് മോണിറ്ററിംഗ് ആണ്. ഞാൻ ഇന്നത്തെ ആയത്തിൽ എത്ര പഠിച്ചു, അത് എത്രത്തോളം എന്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തി, ഈ സാധനം ഉണ്ടാവണം. അല്ലെങ്കിൽ വെറും പഠിത്തക്കാരായിട്ട് നമ്മളിങ്ങനെ പോകും, വായനക്കാരായിട്ട് പോകും, പറയന്മാരായിട്ട് തന്റെ പോലെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോരാ. അതിന്റെ ജീവിതത്തിലും വേണം, പഠിക്കുന്നവരുടെ ജീവിതത്തിലും വേണം. അപ്പോ മൂന്നാമത്തെ കാര്യം സെൽഫ് അനാലിസിസ് ഓർ സെൽഫ് മോണിറ്ററിംഗ് ആവശ്യമാണ്. നാലാമത്തെ കാര്യം അദ്മു തഅജ്ജുൽ, ഒരു സ്പീഡും വേണ്ട, വേഗത കുറച്ച് മെല്ലെ മെല്ലെ പോയി പഠിക്കുന്ന ആയത്തിനെ, നേരത്തെ കുട്ടിനെ കല്യാണം അന്വേഷിക്കുമ്പോൾ കൂടുതലായി ആലോചിച്ചതുപോലെ, എല്ലാ വശവും അന്വേഷിച്ചറിഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ ഒരായത്ത് കിട്ടിയാൽ അതിനെ കീറി മുറിച്ച് പദാനുപദവും ആഴത്തിലേക്കുള്ള വിശദീകരണവും ഒക്കെ തേടി അറിഞ്ഞുകൊണ്ടുള്ള പഠനമായിരിക്കട്ടെ നിങ്ങളുടെ പഠനം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപദേശിക്കുന്നല്ല, പറ്റുമെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മുടെ പഠനത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും ഈ രൂപത്തിൽ ഖുർആനെ സമീപിക്കാൻ നമുക്ക് ഇഷ്ടവും താല്പര്യവും അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യവും ഒക്കെ ഒരുക്കി നൽകുമാറാകട്ടെ. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം നമുക്കൊക്കെ അറിയുന്ന സൂറത്തിലെയാണ്, സൂറത്തു ശർഹ്, അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ശരിക്കും നമ്മളിങ്ങനെ അല്ലെ തദബ്ബുർ നടത്തേണ്ട ഒരു ആയത്താണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്, ആകയാൽ ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. ഞാൻ വീണ്ടും പറയാം, എനിക്ക് നേരത്തെ കുറെ ആളുകളുടെ ക്യാമറ ഓൺ ചെയ്തപ്പോ ഇങ്ങനെ രംഗങ്ങൾ കണ്ടപ്പോ ഈ ആയത്ത് ഓതാനാണ് തോന്നിയത്. ഫഇദാ ഫറഗ്ത ഫൻസബ്, ഫഇദാ ഫറഗ്ത ഫൻസബ്, ആകയാൽ ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. എപ്പോഴാണ് നമുക്ക് ഒഴിവ് കിട്ടുക? ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഒഴിവ് സമയം, അല്ലെ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, പണി കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഒഴിവ് സമയം. അല്ലാതെ പിന്നെ ഒഴിവ് സമയമല്ല, ആകെ ഫുൾ ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒഴിവല്ലാത്തൊരു സമയം അപ്പുറത്തുണ്ടാവണം. 10 മാസം പഠിച്ച കുട്ടിക്കാണ് 2 മാസത്തെ വെക്കേഷൻ. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്ത ഒരാൾക്കാണ് ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച 1-2 ദിവസത്തെ അവധി.
KSRTC ബസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം 1-2 ഓട്ടം അല്ലെ, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിനുള്ള ലീവ്, അവധി. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ നീ അധ്വാനിക്കണം എന്ന് ഖുർആൻ. അപ്പൊ ഏതാണ് അധ്വാനം? പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ നെട്ടോട്ടത്തിനിടയിൽ പരലോകത്തേക്ക് അധ്വാനിക്കാൻ നമ്മൾ മറക്കരുത്. അപ്പോ പരലോകത്തെത്തുമ്പോൾ ഈ ചെലവഴിച്ച അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ വലിയ വലിയ സംഭവങ്ങൾ നിധിക്കൂമ്പാരങ്ങളായി നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. അതിനുള്ള അവസരങ്ങളാണ് ഈ ഇസ്ലാഹി സെന്ററുകൾ, ഈ ഇസ്ലാഹി സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ആ അവസരങ്ങളെ എന്റെ സ്വർഗത്തിലേക്കുള്ള വാതായനങ്ങളായി, അവിടെ തുറക്കപ്പെടുന്ന വാതിലുകളിലേക്കുള്ള പാലങ്ങളായി കണ്ടുകൊണ്ട് അതിലൂടെ നടന്നു നീങ്ങാൻ അല്ല, ഓടിക്കൊണ്ടിരിക്കാൻ നമുക്ക് കഴിയണം. ഏതു സമയത്താണ് ഈ ദുനിയാവിൽ തളർന്നു വീഴുക എന്ന് എനിക്കും അറിയൂല, നമുക്കൊന്നും അറിയില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയതിനെ പറ്റി പറഞ്ഞത് എണ്ണിക്കണക്കാക്കാൻ കഴിയൂല എന്നാണ്. തിരിച്ചങ്ങോട്ട് എണ്ണിക്കണക്കാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും എങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഇങ്ങോട്ട് കിട്ടിയത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്ര, അങ്ങോട്ട് കൊടുക്കുന്നത് എണ്ണിക്കണക്കാക്കാൻ പറ്റുന്നതെങ്കിലും കൊടുക്കാൻ കഴിയണം എന്നാണ് പ്രിയപ്പെട്ടത്. അതിലൊരു പ്രവർത്തനമായി ഈ തദബ്ബുറുൽ ഖുർആൻ, ഖുർആനെ പറ്റിയുള്ള ചർച്ചയും ഖുർആനിലെ ആഴത്തിലേക്കുള്ള സമീപനവും അതിന്റെ വിശദീകരണത്തിലേക്കുള്ള നിങ്ങളുടെ ഊളിയിടൽ, നിങ്ങളുടെ ആ ഒരു സമീപനം ഒക്കെ അതിന് ഈ രൂപത്തിൽ ഈ പ്രോഗ്രാമിലൂടെ സ്വായത്തമാക്കി തീർക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമയം ചെലവഴിച്ചത് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ സ്നേഹവും ഖുർആനിനെ സമീപിക്കുന്നിടത്ത് ഒരിക്കലും ഒളിമങ്ങാതെ, ഒരിക്കലും അതിന്റെ ഇഷ്ടത്തിന്റെ തോതിന്റെ കുറവനുഭവപ്പെടാതെ അതിന്റെ പ്രയാണം തുടരണമേ എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഗുണദോഷിച്ചുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട്, നിർദ്ദേശിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം UAE ഇസ്ലാഹി സെന്ററിനോട് രേഖപ്പെടുത്തിക്കൊണ്ട്, എന്റെ ശബ്ദം ശ്രവിച്ചതിന്, ഇത്രയും സമയം കേട്ടിരുന്നതിന് ഹൃദയം തൊട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹു ഇതിലേറെ സന്തോഷത്തോടെ സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് ചേർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് രോഗശമനം നൽകണേ നാഥ എന്ന് മനസ്സറിഞ്ഞ് തേടിക്കൊണ്ട്, നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.